യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഇവിടെ നമ്മുടെ വിടുതലിരിക്കുന്നത്. വന്നത് യേശുവിനെ പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോവാൻ. സംഭവിച്ചോ? സംഭവിച്ചില്ല. പകരം എന്ത് സംഭവിച്ചു? യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ആ മനുഷ്യൻ പോയി. ഇതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞ വാക്കിനെ വിശ്വസിക്കുക. രണ്ട് രീതിയുണ്ട്. ആ മീറ്റിംഗിൽ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകും, ആത്മനിറവിന്റെ അനുഭവങ്ങൾ ഉണ്ടാകും, കർത്താവ് നമ്മെ തൊടും. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോ വേറൊരു സൈഡിൽ ദൈവം കൽപ്പിക്കുന്ന ദൈവത്തിന്റെ ആലോചനയുണ്ട്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ആ വാക്ക് വിശ്വസിച്ച് പോയി. വന്നത് അതിനാണോ? അല്ല, യേശുവിനെ പിടിച്ചുകൊണ്ട് പോകാൻ. പക്ഷെ പകരം എന്താ ചെയ്തേ? ആ വാക്ക് വിശ്വസിച്ച് പോയി. ഇനി താഴോട്ടൊന്ന് വായിച്ചോ, വേഗത്തിൽ വായിച്ചോ. അവൻ പോകുകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു. ഇവൻ തന്റെ വീട്ടിലേക്ക്, ചില മൈലുകൾ വ്യത്യാസമുണ്ട്, തന്റെ വീട്ടിലേക്ക് പോകുമ്പോ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം, മകൻ ജീവിച്ചിരിക്കുന്നു. അവനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സാക്ഷ്യം കേൾക്കുകയാണ്. അപ്പൊ വചനം വിശ്വസിച്ചുകൊണ്ട് പോയാൽ നിന്നെ എതിരേക്കുന്നത് വിടുതലിന്റെ വാക്കുകളായിരിക്കും. ഇന്ന് പകലും ഇതൊന്ന് വിശ്വസിക്കാമോ? ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അനുഭവങ്ങൾ നമുക്കൊരു യോഗത്തിലോ മീറ്റിംഗിലോ സംഭവിച്ചില്ലെങ്കിലും പറയുന്ന വാക്കിനെ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്നെ എതിരേൽക്കുന്നത് അസാധാരണമായ ദൈവപ്രവൃത്തിയാണ്. ആരൊക്കെയോ ഇന്ന് പകലും ഇങ്ങനെ ചില ദൂതിനെ വിശ്വസിച്ചുകൊണ്ട് നീ മടങ്ങിപ്പെട്ടു. നീ കേൾക്കാൻ പോകുന്നത് ശുഭതയുടെ, നീ കേൾക്കാൻ പോകുന്നത് അനുഗ്രഹത്തിന്റെ, നീ കേൾക്കാൻ പോകുന്നത് വിടുതലിന്റെ രാജഭൃത്യൻ ആ വാക്ക് വിശ്വസിച്ചു പോയി. അപ്പോഴാണ് അവന്റെ വീട്ടിൽ നിന്ന് അവൻ തിരിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യുന്നു, അവന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടുന്ന് കുറച്ചുപേർ ഇങ്ങോട്ട് വരുന്നു. പറയാണ്, മകൻ ജീവിച്ചിരിക്കും. വേഗത്തിൽ വായിച്ചു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന്. അപ്പൊ ഇവന് ഭയങ്കര സന്തോഷമായി. ഇവൻ ചോദിച്ചു, എപ്പോഴാ നമ്മുടെ കുഞ്ഞിന് സൗഖ്യം വന്നത്? അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി. സമയമുണ്ട് ഒത്തിരി. ഇന്നലെ 7 മണിയായപ്പോ കൊച്ചിന് എന്ത് ചെയ്തു? കാരണം ഇത് കഫർനഹൂമും ഗലീലയും തമ്മിൽ മൈലുകൾ ദൂരമുണ്ട്, യാത്ര ചെയ്ത് വരണം. ഇന്നലെ 7 മണിക്ക് യേശു പറഞ്ഞു. ഇനി ആ വാക്ക് പൂർത്തീകരിച്ചു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴിക തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. അപ്പനൊരു കാര്യം മനസ്സിലായി. സമയം ചോദിച്ചു, എത്ര മണിക്കാ കൊച്ച് സൗഖ്യമായി? എന്തോ പറഞ്ഞു? 7 മണി. അപ്പം മനസ്സിലായി, ഇന്നലെ 7 മണിക്ക് യേശുവിന്റെ മുമ്പിൽ നിൽക്കുക. അപ്പൊ യേശു പറഞ്ഞായിരുന്നു, നിന്റെ പൈതൽ. ആ വാക്ക് കേട്ടിട്ട് ഇറങ്ങി തിരിച്ചതാ. അപ്പോഴേ അവിടെ എന്ത് ചെയ്തു? സൗഖ്യം നടന്നു. ഇന്നലെ 7 മണിക്ക് നടന്നു. പക്ഷെ അവൻ അറിഞ്ഞില്ല. പിറ്റേ ദിവസമായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്? അറിയുന്നത്. അവൻ യാത്ര തിരിച്ച് വീട് എടുക്കാറായപ്പോഴാണ് അറിയുന്നത്. ഇതാണ് വചനത്തിന്റെ വിടുതലിന്റെ പ്രവൃത്തി. ചിലപ്പോ വിടുതൽ കിട്ടിത്തുടങ്ങുമ്പോഴും നീ അറിയത്തില്ല. പക്ഷെ നിന്നെ എതിരേക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് ദൈവം.